സർവചരാചരം സൃഷ്ടിച്ചോനേ മലിക്കുൽ മുലൂക്കായ റബ്ബുൽ ആലമീനേ അല്ലാഹു അല്ലാഹു തേടി വിളിക്കുന്നു തേങ്ങി ഞാൻ കേഴുന്നു തേടി വിളിക്കുന്നു തേങ്ങി ഞാൻ കേഴുന്നു കാരുണ്യനിധിയായി ഖുദ്റത്തിനൊളിവായി കാരുണ്യനിധിയായി ഖുദ്റത്തിനൊളിവായി റഹ്മത്തിൻ പൊലിവായി തണിയായി തുണയായി കാവലല്ലാഹ് തേടി വിളിക്കുന്നു തേങ്ങി ഞാൻ കേഴുന്നു തിന്നലമാലയിൽ മുങ്ങുന്നെന്നെ കരകേറ്റാൻ ദുർമാർഗത്തിൻ ചിന്തയിൽ നിന്നെൻ കൽബിനെ രക്ഷിക്കാൻ ദുരിതത്തിന്നലമാലയിൽ മുങ്ങുന്നെന്നെ കരകേറ്റാൻ ദുർമാർഗത്തിൻ ചിന്തയിൽ നിന്നെൻ കൽബിനെ രക്ഷിക്കാൻ എന്നിൽ തുണയ്ക്കണമല്ല എല്ലാം പൊറുക്കണമല്ല തണിയായി തുണയായി കാവലല്ലാഹ് തേടി വിളിക്കുന്നു തേങ്ങി ഞാൻ കേഴുന്നു അയ്യൂബിൻ വൻ രോഗം മാറ്റി കരുണ ചൊരിഞ്ഞവനേ ഹയ്യുൽ ഖയ്യൂമാകും റബ്ബുൽ ഇസ്സത്തായോനേ അയ്യൂബിൻ വൻ രോഗം മാറ്റി കരുണ ചൊരിഞ്ഞവനേ ഹയ്യുൽ ഖയ്യൂമാകും റബ്ബുൽ ഇസ്സത്തായോനേ അഖിലാണ്ടം സൃഷ്ടിച്ചോനെ അകതാരറിയുന്നോനെ തണിയായി തുണയായി കാവലല്ലാഹ് തേടി വിളിക്കുന്നു തേങ്ങി ഞാൻ കേഴുന്നു തേടി വിളിക്കുന്നു തേങ്ങി ഞാൻ കേഴുന്നു കാരുണ്യനിധിയായി ഖുദ്റത്തിനൊളിവായി കാരുണ്യനിധിയായി ഖുദ്റത്തിനൊളിവായി റഹ്മത്തിൻ പൊലിവായി തണിയായി തുണയായി കാവലല്ലാഹ് തേടി വിളിക്കുന്നു തേങ്ങി ഞാൻ കേഴുന്നു തേടി വിളിക്കുന്നു തേടി ഞാൻ കേഴുന്നു അല്ലാഹു 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 അല്ലാഹു
അസ്സലാമു അലൈക്കും. ആത്മസംസ്കരണത്തിൻ്റെ പുണ്യസാഫല്യവുമായി പരിശുദ്ധ റംസാൻ വീണ്ടും എത്തുകയാണ്. ആത്മീയ അനുഗ്രഹങ്ങളുടെ വ്രതശുദ്ധിയുമായി നൂറ്റാണ്ടുകളുടെ പുണ്യങ്ങൾ നമുക്ക് പകർന്നു നൽകുന്ന വിശുദ്ധ നാളുകൾ. ത്യാഗങ്ങളുടെയും സഹനങ്ങളുടെയും നേർക്കാഴ്ചയാകുന്ന വിശുദ്ധ നാളുകളിൽ പ്രാർത്ഥനകൾ കോർത്ത് കുട്ടിപ്പട്ടുറുമ്പാലിൻ്റെ 3ാം ഘട്ടം ഇവിടെ ആരംഭിക്കുകയാണ്. ലാമിയ സിൽക്സ് കുട്ടിപ്പട്ടുറുമ്പാൽ സീസൺ 2 സെലിബ്രേറ്റഡ് ബൈ മരിയാസ് പിക്കിൾസിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ കൈരളി പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വിശുദ്ധിയുടെ ഈ നാളുകളിൽ കുട്ടിപ്പട്ടുറുമ്പാലിനൊപ്പം 2 റൗണ്ടുകളാണ് ഉള്ളത്. നോമ്പുകാലം, സമർപ്പണം. ലാമിയ സിൽക്സ് കുട്ടിപ്പട്ടുറുമ്പാൽ സീസൺ 2 സെലിബ്രേറ്റഡ് ബൈ മരിയാസ് പിക്കിൾസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമ്മുടെ ആദരണീയരായ വിധികർത്താക്കളെ നമുക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാം. ആദ്യമായി നിരവധി മാപ്പിളപ്പാട്ട് ഗാനങ്ങൾ കൊണ്ട് എല്ലാ ആസ്വാദകരുടെയും ഹൃദയം കീഴടക്കിയ നമ്മുടെ സ്വന്തം ഫിറോസ്കയെ സ്വാഗതം ചെയ്യാം. വെണ്ണില ചന്ദന കിണ്ണത്തിലൂടെ മലയാളി മനസ്സ് കീഴടക്കിയ പ്രിയ ഗായിക ഷബ്നം. മാപ്പിളപ്പാട്ട് ആസ്വദിക്കുന്ന മാപ്പിളപ്പാട്ട് ആസ്വാദകർക്കൊക്കെ വളരെ പ്രിയങ്കരിയായ സജ്ല. ഇനി ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഈ പരിപാടിയുടെ സോൾ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഓർക്കസ്ട്ര ടീമിനെ സ്വാഗതം ചെയ്യുന്നു. ഇനി നോമ്പുകാലം, സമർപ്പണം എന്നീ റൗണ്ടുകളെ കുറിച്ച് നമ്മുടെ ജഡ്ജസ് എന്ത് പറയുന്നു എന്ന് നോക്കാം. ഫിറോസ്ക, നോമ്പുകാലം എന്ന് പറയുന്നത് വ്രതശുദ്ധിയുടെ, വിശുദ്ധിയുടെ നാളുകളാണ്. ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു? നമ്മൾ പുതിയൊരു ഷെഡ്യൂൾ ആരംഭിക്കുമ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു കാര്യം, ഈ ഷെഡ്യൂളിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഒരു പീരിയഡ് കൃത്യമായിട്ട് നമ്മൾ ഈ വ്രതം അനുഷ്ഠിക്കുന്ന ഈ റംസാൻ മാസത്തിന് കൃത്യമായി കൊണ്ടാണ് നമ്മൾ സമർപ്പിക്കുന്നത്. അതാണ് ഏറ്റവും സന്തോഷം തോന്നുന്നൊരു കാര്യം. കുട്ടികളുടെ ഈ ഒരു ഷെഡ്യൂളിൽ നോമ്പ് കാലം എന്നൊരു റൗണ്ടാണ് നമ്മൾ ആദ്യമായിട്ട് ഇപ്പോൾ അതിനെ ടൈറ്റിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇസ്ലാമിക കാര്യങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കപ്പെട്ട കുട്ടികൾക്ക് പഠിച്ചിട്ടുള്ള 5 കാര്യങ്ങൾ, അതായത് സത്യവാചകം ഏറ്റുപറയുക, ഷഹാദത്തുൽ കലിമ എന്ന് പറയും, പിന്നെ നോമ്പനുഷ്ഠിക്കൽ, നമസ്കരിക്കൽ, ദാനധർമ്മങ്ങൾ കൊടുക്കൽ, സക്കാത്ത് കൊടുക്കൽ, സാധിക്കുമെങ്കിൽ ഹജ്ജ് ചെയ്യുക എന്ന കർമ്മം ചെയ്യൽ. ഇങ്ങനെ 5 കർമ്മങ്ങളെയാണ് നമുക്ക് നിർബന്ധമാക്കിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ നമ്മൾ മാത്രമായിരിക്കും അങ്ങനെ അത്രയും അതിൻ്റെ ആ പരിശുദ്ധി സൂക്ഷിച്ചുകൊണ്ട് ഈ ഒരു മാസത്തിൻ്റെ പാട്ടുകൾ എടുത്ത് പാടുന്നത് എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. 2ാമത്തെ റൗണ്ട് നമ്മൾ എടുക്കുന്നത് സമർപ്പണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്തൊക്കെ ഇന്ന് മാപ്പിളപ്പാട്ടുകളിലൂടെ തിരിച്ചറിഞ്ഞോ, ഒരു കാലഘട്ടം മുതൽ, നമ്മുടെയൊക്കെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടം മുതൽ ഈ പാട്ടുകൾ നമ്മൾക്ക് പാടിത്തന്ന പ്രതിഭകളായ പാട്ടുകാർ, അവർക്ക് സമർപ്പിക്കുകയാണ്. അവരുടെ പാട്ടുകൾ എടുത്തുകൊണ്ട്, അത് ഞാൻ പേരുകളൊന്നും എടുത്ത് പറയുന്നില്ലെങ്കിലും ഒരാളെക്കുറിച്ച് ഞാൻ പരാമർശിക്കുന്നു. ഇന്ന് 104 വയസ്സ് കഴിഞ്ഞ് 105-ാം വയസ്സിലേക്ക് കിടക്കുന്ന നാഗൂർ അനീഫ എന്ന ഏറ്റവും മാപ്പിളപ്പാട്ടിൽ തമിഴ് പാട്ടുകളുടെ ഒരു സംസ്കാരം മാപ്പിളപ്പാട്ടുകളിൽ ഉണ്ടാക്കി തന്ന, മുസ്ലിം ഗാനങ്ങളിൽ തമിഴ് ഭാഷയിൽ നിന്നുകൊണ്ട് പാട്ടുകൾ നമുക്ക് തന്ന, ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും സീനിയറായ പാട്ടുകാരൻ, അദ്ദേഹത്തിൻ്റെ പാട്ട് മുതൽ ഈ ഒരു തലമുറ ഏറ്റുപാടുക എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു റൗണ്ട് തന്നെയായിരിക്കും. അതാണ് നമ്മുടെ 2ാമത്തെ റൗണ്ടായ സമർപ്പണം എന്ന റൗണ്ട് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. റംസാൻ മാസത്തിൽ പാട്ടുകൊണ്ട് ഞങ്ങൾ പ്രേക്ഷകരായ നിങ്ങൾക്ക് തരുന്ന ഈ ഒരു വിരുന്ന് റംസാൻ മാസത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയൊരു ഡെഡിക്കേഷൻ തന്നെയായിരിക്കും എന്ന് ഞങ്ങൾ ഉറപ്പ് തരികയാണ്. കുട്ടികൾക്ക് ബെസ്റ്റ് ഓഫ് ലക്ക്. ഷബ്നം. അസ്സലാമു അലൈക്കും. നമ്മുടെ 2 റൗണ്ട്സാണ് നോമ്പും സമർപ്പണവും. ശരിക്കും നോമ്പുകാലം എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ അള്ളാഹുവിന് സമർപ്പിക്കുന്ന ഒരു കാലമാണ്. അതുമാത്രമല്ല, കുഞ്ഞുങ്ങൾക്കെല്ലാം എല്ലാവർക്കും അറിയാം, കാര്യം നമ്മൾ ഒരു പുണ്യം ചെയ്താൽ അതിൻ്റെ 1000 ഇരട്ടി പ്രതിഫലം അള്ളാഹു നമുക്ക് തരുന്ന ഒരു കാലമാണ്. അതിൻ്റെ തന്നെ സന്തോഷം എല്ലാവർക്കും ഈ നോമ്പ് കാലത്ത് നമ്മളൊരു അള്ളാഹു അക്ബർ പറഞ്ഞാൽ തന്നെ അത് 1000 വട്ടം പറയുന്നതിൻ്റെ പ്രതിഫലമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ സന്തോഷം നമുക്ക് ഭയങ്കരമായിട്ട് കൂടുതലാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും മനസ്സിനൊക്കെ ഒരു വല്ലാത്ത അനുഭവമാണ് ഈ ഒരു മാസം നമുക്ക് ത്രൂ ഔട്ട്. പിന്നെ നമ്മുടെ റംസാൻ വരുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു സന്തോഷവും ഭക്തിയും എല്ലാം നിറഞ്ഞ ഒരു സമയമാണ്. അള്ളാഹുവിൻ്റെ പ്രത്യേക അനുഗ്രഹം അതെല്ലാ കുഞ്ഞുങ്ങൾക്കും ഈ ഒരു മാസം പാടുമ്പോൾ ഉണ്ടാവുമെന്ന്
എനിക്ക് ഉറപ്പുണ്ട്. അവർ വളരെയധികം പ്രാക്ടീസ് ചെയ്തിട്ടുമുണ്ട്, പ്രയത്നിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പാട്ട് കേൾക്കുമ്പോൾ അറിയാം. എന്തായാലും പ്രേക്ഷകർ അത് കണ്ടു തന്നെ മനസ്സിലാക്കട്ടെ. എല്ലാവർക്കും അള്ളാഹുവിൻ്റെ പ്രത്യേക അനുഗ്രഹത്തോടു കൂടി തന്നെ പാടുവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ അള്ളാഹുവിനോട് തന്നെ പ്രാർത്ഥിക്കുന്നു. സജ്ല, ഞാനൊരു 2 വരി പാടി തന്നെ തുടങ്ങാം. شريك لك لبيك لا شريك لك لبيك اللهم لبيك اللهم لبيك لا شريك لك لبيك لا شريك لك لبيك വീണ, നമ്മളെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഒരു പുണ്യമാസമാണ് റംസാൻ മാസം. അതിവിടെ വന്നിരിക്കുകയാണ്. എനിക്ക് അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുക്കാൻ പറ്റുന്ന ഒരു മാസം, നമുക്ക് ഒരു നന്മ ചെയ്താൽ 100 ഇരട്ടി പ്രതിഫലം കിട്ടുന്നൊരു മാസം. ആ ഒരു മാസത്തിൽ ഫിറോസ്ക പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഒരു പരിശുദ്ധി ചോരാതെ അതിന് പറ്റിയ 2 റൗണ്ടുകൾ തന്നെയാണ് ഇപ്രാവശ്യം കുട്ടികൾക്ക് സെലക്ട് ചെയ്ത് കൊടുത്തത്. അപ്പോൾ എല്ലാവരും നല്ല നല്ല പാട്ടുകളായിട്ട് തന്നെയാണ് വരുന്നത്. ഈ റംസാൻ മാസത്തിൽ എല്ലാവർക്കും ഇരുന്ന് കാണാൻ പറ്റിയ ഒരു 2 റൗണ്ടുകൾ തന്നെയാണ് ഇപ്രാവശ്യം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ കുട്ടികളും നന്നായി തന്നെ പാടാൻ ശ്രമിക്കുക. ഫുൾ കോൺഫിഡൻസിൽ എല്ലാവരും വരിക, ഒരു പേടിയും വേണ്ട. എല്ലാവർക്കും ഞങ്ങളുടെ 3 ആളുടെ വകയും ഓൾ ദ വെരി ബെസ്റ്റ്. ഇതോടൊപ്പം മറ്റൊരു കാര്യം കൂടി നമ്മൾ പ്രേക്ഷകരെ അറിയിക്കുന്നു. നമ്മുടെ കുട്ടിപ്പട്ടുറുമാൽ 2 കുടുംബത്തിൽ നിന്ന് ഒരുപാട് നല്ല പാട്ടുകൾ പാടി കുറഞ്ഞ പാട്ടുകൾ കൊണ്ട് തന്നെ, കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പ്രേക്ഷകരുടെ മനസ്സിൽ നല്ലൊരു സ്ഥാനം നേടിയ കുട്ടിയാണ് നമ്മുടെ നല്ലൊരു കണ്ടസ്റ്റൻ്റായിരുന്ന സൈന. സൈന വലിയൊരു കർമ്മം ചെയ്യാൻ, ഉംറ നിർവഹിക്കാനായിട്ട് മക്കത്തെത്തിയിട്ടുണ്ട്, ജിദ്ദയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തിയതിന് ശേഷം നമുക്ക് അയച്ചു തന്ന വീഡിയോ നമുക്കൊന്ന് കാണാം. സൈനയ്ക്ക് ഇതോടൊപ്പം ഞങ്ങളെല്ലാവരും ചേർന്ന്, നമ്മുടെ കുട്ടിപ്പട്ടുറുമാൽ കുടുംബം എല്ലാവരും ചേർന്ന്, നമ്മുടെ ക്രൂവിൻ്റെ ഭാഗത്തു നിന്നും നമ്മുടെ ഓർക്കസ്ട്രയുടെ ഭാഗത്തു നിന്നും നമ്മളെല്ലാവരും ചേർന്ന് ആ കർമ്മം വളരെ നല്ല രീതിയിൽ നിർവഹിക്കാനും നമ്മളെല്ലാ മംഗളങ്ങളും നേരുകയാണ്. വീണ, നമുക്കതിൻ്റെ വീഡിയോ ഒന്ന് കാണാം. തീർച്ചയായിട്ടും നമ്മുടെ ഫിറോസ്ക പറഞ്ഞതുപോലെ സൈനയ്ക്ക് വലിയൊരു ഭാഗ്യം ഈ ചെറിയ പ്രായത്തിൽ ഉംറയ്ക്ക് പോകാനുള്ള വലിയൊരു ഭാഗ്യം കിട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ നോമ്പുകാലം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല, അതിലുമുപരി എല്ലാവർക്കും വേണ്ടി, സർവ്വ ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥന തന്നെയാണ് നോമ്പുകാലത്തെ പ്രാർത്ഥന. തീർച്ചയായിട്ടും സൈനയ്ക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ റൗണ്ട്സിലേക്ക് പോകാൻ സമയമായിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നോമ്പിൻ്റെ വിശുദ്ധിയുമായി, നോമ്പിൻ്റെ പ്രാർത്ഥനയുമായി നമ്മുടെ റൗണ്ടിലേക്ക് കടക്കുകയാണ് നോമ്പുകാലം. നോമ്പുകാലം റൗണ്ടിൽ അക്ഷരാർത്ഥത്തിൽ ഒരു ഗാനാഞ്ജലിയുമായിട്ട് തന്നെ, പരിശുദ്ധനായ അള്ളാഹുവിനുള്ളൊരു ഗാനാഞ്ജലിയുമായി തന്നെയാണ് ഗാനാഞ്ജലി എത്തുന്നത്. നമുക്ക് ഗാനാഞ്ജലിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഗാനാഞ്ജലി, ഈ നോമ്പുകാലം റൗണ്ടിൽ തീർച്ചയായിട്ടും എല്ലാ പ്രേക്ഷകരും ആ ഒരു നോമ്പിൻ്റെ വിശുദ്ധിയിലിരിക്കുന്ന സമയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നൽകുന്ന പാട്ടിലും അതേ വിശുദ്ധി ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഇന്ന് ഏത് പാട്ടാണ് ഗാനാഞ്ജലി? ഖല്ലാക്കായുള്ളോനെ. ഓക്കെ, അപ്പോൾ നന്നായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്തു, നന്നായി പ്രാക്ടീസ് ചെയ്താണ് വന്നിരിക്കുന്നത്. ചേച്ചി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതൊരു പ്രാർത്ഥനാ ഗാനമാണല്ലോ. അപ്പോൾ ഈ പ്രാർത്ഥനാ ഗാനം എൻ്റെ അപ്പൂപ്പന് ഞാൻ സമർപ്പിക്കുന്നു. അപ്പൂപ്പൻ മരിച്ചിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ, അതുകൊണ്ട് അപ്പൂപ്പന് ഞാൻ
ഇത് സമർപ്പിക്കും. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നോമ്പിലെ പ്രാർത്ഥന നമുക്ക് വേണ്ടി ഉള്ളൊരു പ്രാർത്ഥനയല്ല, അതിലുപരി എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് അല്ലേ. അപ്പോൾ ഗാനാഞ്ജലിയുടെ അപ്പൂപ്പന് സമർപ്പിച്ചുകൊണ്ട് ഒപ്പം നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും അല്ലേ, നോമ്പിൻ്റെ വിശുദ്ധിയുമായിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും സമർപ്പിച്ചുകൊണ്ട് പാട്ടിലേക്ക് പോകാം. ഓൾ ദി ബെസ്റ്റ് ഗാനാഞ്ജലി. താങ്ക് യു.
നോമ്പുകാലം റൗണ്ടിലെ ഗാനാഞ്ജലിയുടെ പെർഫോമൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഗാനാഞ്ജലി വളരെ മുഴുകി പാടിയല്ലേ? ശരിക്കും അച്ചാച്ചന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തതായിട്ട് തന്നെ എല്ലാവർക്കും അല്ലേ? അത്രയ്ക്ക് ആസ്വദിച്ച് മുഴുകി അച്ചാച്ചന് മനസ്സിലാലോചിച്ച് തന്നെയാണ് പാട്ട് പാടിയത്. ഗാനാഞ്ജലിയുടെ പാട്ട് എന്ത് തോന്നുന്നു? സ്വയം മൂക്ക് എന്ത് തോന്നുന്നു? നന്നായിട്ട് പാടാൻ പറ്റി. അപ്പോൾ ഇനി നമുക്ക് ജഡ്ജസിൻ്റെ കമൻറ്റ് ചോദിക്കണം അല്ലേ? അപ്പോൾ ഫിറോസ്കയിൽ നിന്ന് തുടങ്ങാം. ഫിറോസ്ക, എന്ത് തോന്നി പാടിയപ്പോൾ? നല്ലതായിരുന്നു തോന്നി. നമ്മളെ ഈ റൗണ്ട് റംസാൻ്റെ പാട്ടുകൾക്ക് പ്രാധാന്യം, ആ മാസത്തിന് പ്രാധാന്യം കൊടുത്തുള്ളൊരു റൗണ്ടായപ്പോൾ അതിലിങ്ങനെ നിന്ന് പാടി ആസ്വദിച്ച് പാടിയല്ലേ? അവർ ആസ്വാദനം എനിക്ക് എവിടെയാണ് മനസ്സിലായെന്നറിയാം. മോള് കൈ ഇങ്ങനെ ഉയർത്തിയില്ലേ? ഓ, വന്നല്ലോ ആ സമയത്ത് കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മളത് ആസ്വദിച്ച് പാടുന്നു, ഈ റൗണ്ടിൻ്റെ പ്രത്യേകത മനസ്സിലാക്കി പാടുന്നു, ഈ മാസത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കി പാടുന്നു എന്ന് എനിക്കതിൽ നിന്ന് വ്യക്തമായി കേട്ടോ. നിങ്ങൾ ചെറിയ കുട്ടികളല്ലേ, അപ്പോൾ അങ്ങനത്തെ കാര്യമൊക്കെ ചെയ്യുമ്പോൾ അത് ഞങ്ങൾ വളരെ പെർട്ടിക്കുലറായിട്ട് നോട്ട് ചെയ്യും. ഷഹാദത്തുൽ കലിമ ചൊല്ലിക്കൊണ്ട്, അതായത് നമ്മൾക്ക് മനസ്സിലായോ, സത്യവാചകം ചൊല്ലിക്കൊണ്ട്, സത്യസാക്ഷ്യം എന്നാണ് അതിൻ്റെ യഥാർത്ഥ മലയാളം. അതായത് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ള. മനസ്സിലായോ? അത് ചൊല്ലിക്കൊണ്ടാണ് മോൾ ഈ പാട്ട് തുടങ്ങിയത്. ഒരു മുസൽമാനായ വ്യക്തി ആദ്യമായിട്ട്, ഞാനത് ആ മാപ്പിളപ്പാട്ട് പരിപാടി ആയതുകൊണ്ടാണ് അതിൽ നിന്ന്, ഒരു മാസം അതായതുകൊണ്ടാണ് അതിൽ നിന്ന് പറയുന്നത്. വ്യക്തി ആദ്യമായിട്ട് ഏറ്റു ചൊല്ലേണ്ടതാണ് സത്യസാക്ഷ്യം. അവനെയാണ് യഥാർത്ഥ മുസൽമാൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ഇസ്ലാമിക നിയമങ്ങളിൽ ആദ്യത്തെ ആ ഭാഗം ചൊല്ലിക്കൊണ്ട് മോൾ ഈ പാട്ട് തുടങ്ങി എന്ന് പറഞ്ഞാൽ അവനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ നീതി കേട്ടോ മോളെ. മനോഹരമായിട്ട് പാടി. ഞാൻ പാട്ടിലേക്ക് വരാം. എല്ലാ ഭാഗങ്ങളും നന്നായി പാടി. മോൾക്ക് തുടങ്ങുമ്പോൾ ഫസ്റ്റ് കണ്ടസ്റ്റൻ്റ് എന്ന നിലയിൽ ഒരു ചെറിയൊരു ഷിവറിങ് ഫീൽ ചെയ്തു. പിന്നെ അതൊക്കെ തിരിച്ചു വന്നു. പിന്നെ ഇങ്ങനെ ശ്രുതിയിൽ നിന്ന് ഒന്നിങ്ങനെ കടന്നു പോകാനുള്ളൊരു ടെൻഡൻസി പല സ്ഥലത്തും കുറച്ച്, പക്ഷേ അതൊന്നും അത്ര അറിഞ്ഞില്ല കേട്ടോ. അറിയാതെ തന്നെ മോൾ ആസ്വദിച്ച് പാടി. പിന്നെ പ്ലാനുകളൊക്കെ വേണ്ട സ്ഥാനത്താണ് പ്രയോഗിച്ചത്. ആദ്യം പ്ലെയിൻ പാടി അനുപല്ലവി, പിന്നെ അത് ഇംപ്രവൈസ് ചെയ്ത് ഒരു പ്ലാൻ പാടി അല്ലേ? അങ്ങനെയല്ലേ പാടിയത് പല സ്ഥലത്തും? അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസ്ക. ഗാനാഞ്ജലി, ഫിറോസ്ക പറഞ്ഞ പോലെ ചെറിയൊരു വിറയിലുണ്ടായിരുന്നു ആദ്യം കയറി പാടാൻ തുടങ്ങിയപ്പോൾ? ചെറുതായിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പം നമ്മുടെ ജഡ്ജസ് അത് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഷബ്നത്തോട് ചോദിക്കാം. ഷബ്നം, ഗാനാഞ്ജലി ബ്രൈറ്റായിട്ട് പാടി മോളെ. നല്ല ബ്രൈറ്റായിട്ട് ഫീല് കൊടുത്ത് എങ്ങനെയാണോ പാടേണ്ടത് അതുപോലെ പാടി. ആദ്യം കുറച്ച് ഒരു ഷിവറിങ് വന്നെങ്കിലും അത് കാര്യം അത് നമുക്കറിയാമല്ലോ, ആർക്കാണെങ്കിലും വരും. ആദ്യത്തെ പാട്ടാണ്, അപ്പം അതൊന്നും നമ്മൾ കാര്യമാക്കാനേ പാടില്ല. എന്തായാലും അച്ചാച്ചൻ നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ടെന്ന് മനസ്സിലായി. പ്രത്യേകിച്ച് ആ പ്ലാൻസ് പാടുമ്പോൾ ആദ്യം പാടുന്ന സ്ഥലത്ത് കുറച്ച് ലൈറ്റായിട്ട് പിന്നെ ഹാർഡായിട്ട്, അപ്പോൾ അത് അച്ചാച്ചനല്ലേ ഹെൽപ്പ് ചെയ്യുന്നത്, നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് അത്. ഓക്കെ പപ്പാച്ചൻ. പിന്നെ മോളെ ചെറുതായിട്ട് എനിക്ക് തോന്നിയ ഒരു പ്രശ്നം പ്രൊനൗൺസിയേഷൻ ആണ്. അതിൽ മോള് ഏതോ ഒരു ചരണത്തിൽ ഉതിർന്നു പോയി എന്ന് പാടുന്നത് പൂയി എന്നാണ് കേട്ടത്, പോയി എന്നല്ല കേൾക്കുന്നത്. അത് ശ്രദ്ധിക്കണം ഇനി കേട്ടോ. ഇഷ്ടപ്പെട്ടു മോളെ, വളരെ നന്നായിട്ട് പാടി. താങ്ക് യു ഷബ്നം. സജ്ല, ഗാനാഞ്ജലി നല്ല വൈറ്റ് കോസ്റ്റ്യൂമിലൊക്കെ വന്ന് നന്നായി തന്നെ പാടിട്ടോ. വിടയിൽ ഫസീലത്താൻ്റെ നല്ലൊരു പാട്ട്. ഔക്കുബായുടെ രണ്ടാമത്തെ പാട്ടാണിത്. ഫസ്റ്റ് സോങ് ഉടനെ കഴുത്തൻ്റെ ദറുക്കുബ, അപ്പം എല്ലാവർക്കും അറിയുന്ന പാട്ടാണ്. പിന്നെ എന്താ പറയുക, നമ്മൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ? അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്, കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ട്യൂണാണിത്. അപ്പോൾ ആ ഒരു ട്യൂണിൽ മോള് പാടുമ്പോൾ എനിക്ക് കേൾക്കാൻ നല്ല സുഖമായിരിക്കും. പിന്നെ മോള് പാട്ട് പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ട്. പപ്പാച്ചൻ തന്നെ എല്ലാം പഠിപ്പിക്കുന്നത്. മോള് ക്ലാസിക്കലോ ഹിന്ദുസ്ഥാനിയോ അങ്ങനെ എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ? പപ്പാച്ചൻ ചെറുതായി പഠിപ്പിച്ചു. എന്താണ്, ക്ലാസിക്കലാണോ? ക്ലാസിക് ശാസ്ത്രീയ സംഗീതം. അതന്നെ, ശാസ്ത്രീയ സംഗീതമാണോ പഠിക്കുന്നത്? ആണ്. പപ്പാച്ചന് ശാസ്ത്രീയ സംഗീതം അറിയായിരിക്കും അല്ലേ? അതിൻ്റെ മാഷാണോ? മാഷായിരുന്നു. ഇപ്പം
പഠിപ്പിക്കുന്നില്ല അല്ലേ? മോള് പഠിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തിനെങ്കിലും ഒരു ബേസ് വേണം മോളെ, എന്നാലേ നമുക്ക് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലേ? അപ്പോൾ മോൾക്ക് ഈ പാട്ടിൽ വന്ന ചെറിയ ചെറിയ പോരായ്മകൾ എവിടെയാണെന്ന് വെച്ചാൽ വിരുത്തം കുറച്ചുകൂടെ നന്നാക്കാനുണ്ട് കേട്ടോ. ഫസ്റ്റ് തുടക്കത്തിൻ്റെ പ്രശ്നമാണ്. പിന്നെ എനിക്ക് അനുപല്ലവി റിപ്പീറ്റ് ചെയ്തത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഇന്ന് പാടിയതിൽ എനിക്ക് നന്നായിട്ട് തന്നെ ഇഷ്ടമായിട്ടുണ്ട്. പക്ഷേ ആ ഒരു കഴിവ് വെച്ച് പോരാ, ഇതിലും കൂടുതൽ നന്നാക്കണം. അപ്പോൾ നന്നായിട്ട് പാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ ഗാനാഞ്ജലി, നമ്മുടെ 3 ജഡ്ജസ് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും പറഞ്ഞില്ല അല്ലേ? അത്യാവശ്യം നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. ചെറിയ മിസ്റ്റേക്സ് ഒക്കെ അവർ ചൂണ്ടിക്കാട്ടി തന്നു. അപ്പോൾ ഇനി നമുക്ക് എന്താ വേണ്ടത്? മാർക്സ്. ഓക്കെ, അപ്പോൾ ഔട്ട് ഓഫ് 30 എത്ര മാർക്കാണ് ഗാനാഞ്ജലിക്ക് കിട്ടുന്നതെന്ന് നോക്കാം. ഔട്ട് ഓഫ് 30 ശബ്ദം 29.5. 29.5 നല്ല മാർക്കാണ്. ഇനി അടുത്തത് നമുക്ക് സജ്ലത്തോട് ചോദിക്കാം അല്ലേ? സജ്ല ഓൺ 30. മോൾക്ക് ഞാൻ 29. ഓക്കെ, 29 മാർക്സ് ആണ് ഓൺ 30. ഇനി 40-ൽ എത്ര മാർക്കാണ്? ഫിറോസ് ഖാൻ നല്ല അഭിപ്രായമൊക്കെ ഈ സുന്ദരിക്കുട്ടിയുടെ പാട്ടിനെ പറ്റി പറഞ്ഞു. ഇനി മാർക്ക് 39. So 39 മാർക്സ് ടോട്ടൽ 97.5 മാർക്സ് ആണ് ഗാനാഞ്ജലിയുടെ നോമ്പുകാലം റൗണ്ടിലെ പെർഫോമൻസിന് ജഡ്ജസ് നൽകിയിരിക്കുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ ദ നൈസ് പെർഫോമൻസ് മോളെ. താങ്ക് യു സോ മച്ച്. ലാമിയ സിൽക്സ് കുട്ടിപെട്ടുമാൽ സീസൺ 2 സെലിബ്രേറ്റഡ് ബൈ മാരിയാസ് പിക്കിൾസിൻ്റെ സമർപ്പണം റൗണ്ടിൽ നമുക്ക് പെർഫോം ചെയ്യാനായി എത്തുന്നത് ഷാൻവർ ആണ്. ഷാൻവറിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഷാൻവർ, ആരുടെ പാട്ടാണ് മുമ്പ് പാടുന്നത്? എസ് എ ജമീൽക്കയുടെ പാട്ടാണ്. എസ് എ ജമീൽ 1941 ഡോക്ടർ SM.J. മൗലാനയുടെയും ആയിഷ ബീവിയുടെയും മകനായി പാലക്കാട് ആലത്തൂരിൽ ജനനം. നാടക നടനായും ഹാർമോണിസ്റ്റായും തൻ്റെ കഴിവ് തെളിയിച്ചുകൊണ്ട് ഏറനാട്ടിൽ അന്ന് രൂപം കൊണ്ട നാടക സമിതികളിലൂടെ രംഗത്ത് വന്നു. മുടിയനായ പുത്രൻ, പുതിയ ആകാശം പുതിയ ഭൂമി, ലൈല മജ്നു തുടങ്ങിയ ചലച്ചിത്രങ്ങളിൽ പാടി. ചിത്രരചനയും കൈമുതലാക്കിയ ഈ പ്രതിഭ സൈക്യാട്രി, ഫാമിലി കൗൺസിലിംഗ് തുടങ്ങിയ ചികിത്സാ മേഖലകളിലും അറിവ് നേടി. കുഞ്ചൻ നമ്പ്യാരെ പോലെ സാമൂഹിക വിമർശനം നിറഞ്ഞ പാട്ടുകൾ കടുത്ത ഭാഷയിൽ എഴുതി ഈണം കൊടുത്ത് പാടുകയും ചെയ്തു. സ്ത്രീവർണ്ണന, പ്രണയം തുടങ്ങിയ വിഷയങ്ങൾ മാപ്പിളപ്പാട്ടിൽ തൻ്റേതായ കാഴ്ചപ്പാടിലെഴുതിയ കവി ഒരു വിദേശയാത്രയുടെ തലേ ദിവസം രചിച്ച കത്തുപാട്ട് മാപ്പിളപ്പാട്ട് രംഗത്ത് ചരിത്രമായി മാറുകയായിരുന്നു. അപ്പോൾ സമർപ്പണ റൗണ്ടിൽ നമുക്ക് ഷാൻവറിൻ്റെ പെർഫോമൻസിലേക്ക് പോകാം. റെഡി അല്ലേ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അണുവില്ലകിലാണ്ടവും മണൽ തരിയിൽ മരുഭൂമിയും മഴത്തുള്ളിയിൽ മഹാസമുദ്രവും ഒരുക്കിയ ബ്രഹ്മാണ്ഡനാഥ നാഥ. ഞാനൊരു ഗായകനല്ല, ഞാനൊരു ഗായകനല്ല, ഒരേയൊരു ഗായകൻ അവനാണല്ലാ. ഞാനൊരു ഗായകനല്ല, ഒരേയൊരു ഗായകൻ അവനാണല്ലാ. ഞാനൊരു ഗായകനല്ല.
ഞാനൊരു ഗായകനല്ല. സമർപ്പണം റൗണ്ടിലെ ഷാൻവറിൻ്റെ പെർഫോമൻസ് നമ്മൾ ആസ്വദിച്ചു കഴിഞ്ഞു. ഷാൻവർ എസ്.എ. ജമീൽ എന്നുള്ള അതിപ്രഗത്ഭനായ ഒരു രചയിതാവിൻ്റെ അല്ലേ വലിയൊരു ഗായകനുമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ എന്താണ് വളരെ ഹമ്പിളായിട്ട് എഴുതിയിരിക്കുന്ന ഒരു പാട്ട് അല്ലേ, അള്ളാഹുവിനെ വാഴ്ത്തിപ്പാടുന്നൊരു പാട്ട്. എങ്ങനെയായിരുന്നു ഷാൻവറിൻ്റെ ഈ പാട്ട്? എന്ത് തോന്നുന്നു? അത്യാവശ്യം നന്നായിട്ട് പാടാൻ പറ്റി. ഈ കോസ്റ്റ്യൂം ഇട്ടതിൻ്റെ കുറച്ച് കോൺഫിഡൻസ് കൂടുതലുണ്ടോ എന്ന് എനിക്കൊരു സംശയം. ഉണ്ടോ? ഉണ്ട്. എന്താ ഈ കോസ്റ്റ്യൂമിൻ്റെ പ്രത്യേകത? എൻ്റെ സ്കൂൾ അധ്യാപകന്മാരുടെ ആണ്. അവരപ്പോൾ കുട്ടിപ്പൊട്ടുറുമാലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞ് തന്നാണ്. എല്ലാ ടീച്ചേഴ്സ് സ്ഥിരം കാണാറുണ്ടോ ഷാൻവർ? ഓക്കെ, അപ്പോൾ എന്തായാലും ഷാൻവർ, നമുക്കിനി നമ്മുടെ ജഡ്ജസിൻ്റെ അടുത്ത് ഷാൻവറിൻ്റെ പാട്ടിനെ കുറിച്ച് ഉള്ള അവരുടെ അഭിപ്രായം ചോദിക്കാം. ആദ്യം സജ്ല. എസ്.എ. ജമീൽ ഖാൻ്റെ പാട്ടാണല്ലേ മോനെ സെലക്ട് ചെയ്തത്. അദ്ദേഹത്തിനാണ് നമ്മൾ സമർപ്പിക്കുന്നത് ഈ പാട്ട്. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ കത്ത് പാട്ടിനെ കുറിച്ച് പറയണം അല്ലേ. കത്ത് പാട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എസ്.എ. ജമീൽ ഖാനെയാണ് ഓർമ്മ വരിക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു സോങ്ങിൻ്റെ 2 വരി ഞാൻ പാടാം. അതിൻ്റെ മറുപടി ഫിറോസ്കിയും പാടും. ഇത്രയും ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ ഭർത്താവ് വായിക്കുവാൻ സ്വന്തം ഭാര്യ എഴുതുന്നതെന്തെന്നാലേറെ പീരീഷത്തിൽ ചൊല്ലിയിടുന്നു അസ്സലാം. ഞങ്ങൾക്കെല്ലാം സുഖമാണീ വീട് ഇന്ന് തന്നെ എഴുതിയിടട്ടെ. മറുനാട്ടിൽ നിങ്ങൾക്കും അതിലേറെ ക്ഷേമമാണെന്ന് കരുതേ സന്തോഷിക്കട്ടെ. അപ്പോൾ മോൻ്റെ പാട്ടിനെ കുറിച്ച് പറയാം. വിരുത്തം കലക്കി കേട്ടോ. പിന്നെ വിരുത്തം കഴിഞ്ഞ് വന്ന ഒരു ഫ്ലൂട്ട് പോർഷനും കലക്കി. പിന്നെ പല്ലവിയൊക്കെ തുടങ്ങിയപ്പോൾ പാട്ടിൽ ശരിക്കും ഷാൻവർ ഇറങ്ങി വന്നിട്ടില്ല. കുറച്ചുകൂടെ ആ ഒരു പാട്ടിലേക്ക് ഇറങ്ങി ചെല്ലാനുണ്ട് ഷാൻവർ. പക്ഷെ പാടിയിട്ടുണ്ട് മോനെ, പാടിയിട്ടുണ്ട്. പക്ഷേ പാട്ടിൽ കുറച്ചുകൂടെ ഇറങ്ങായിരുന്നു. കുറച്ച് സ്ട്രെയിനൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്രാവശ്യം. അതൊക്കെ ഒന്ന് കെയർ ചെയ്യാം. നമുക്ക് റൗണ്ട്സ് കൂടുന്തോറും ഒക്കെ ഒന്ന് കെയർ ചെയ്തിട്ട് വരാം കേട്ടോ ഷാൻവർ. അപ്പം ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ശബ്നം. അള്ളാഹുവിനെ ഗായകനാക്കിയല്ലേ. നന്നായിട്ട് പാടി മോനെ, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. മോൻ ചില സ്ഥലങ്ങളിൽ ഷാൻവർ നന്നായിട്ട് പാടുന്നുണ്ട് ഒരു പാട്ടിൻ്റെ. ഇപ്പോൾ പാടിയ പാട്ടിൻ്റെ ചില സ്ഥലങ്ങളിൽ പെർഫെക്ഷൻ ഇല്ല. അതാണ് പ്രശ്നം. ചില സ്ഥലങ്ങളെന്നാൽ നമ്മൾ പ്രതീക്ഷിക്കാത്തതിലും നന്നായിട്ട് പാടുന്നുമുണ്ട്. അതെന്താണ് ഷാൻവർ? അപ്പോൾ ഷാൻവറിന് കാര്യങ്ങളൊക്കെ അറിയാം. അത് പാട്ട് കേൾക്കുമ്പോൾ അറിയാം, കാര്യങ്ങളൊക്കെ അറിയാം, എവിടെ മോഡുലേഷൻ കൊടുക്കണം എന്നൊക്കെ അറിയാവുന്ന കുട്ടിയാണ്. അപ്പം ഒരുപാട് സംസാരിക്കാറുണ്ടോ? ഇടയ്ക്ക് ഞാനൊരു പൊടി 1 അല്ല 2 പ്രാവശ്യം ഞാൻ സ്ക്രാച്ച് കേട്ടു പാട്ടിൽ. എന്തായാലും കുറച്ചും കൂടെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ ഷാൻവർ നമ്മുടെ 2 ജഡ്ജസിൻ്റെ കമൻറ്റ് കേട്ടു. അപ്പോൾ ഇനി നമുക്ക് ഫിറോസ്കയ്ക്ക് എന്താണ് പറയാനുള്ളത് നോക്കാം. പക്ഷെ അതിനു മുമ്പ് ഫിറോസ്കയുടെ ഒരു മറുപടി, നമുക്ക് കത്തിൻ്റെ ഒരു മറുപടി കിട്ടാനുണ്ട്. അബുദാബിയിലുള്ളോരെഴുത്തു പെട്ടി അന്ന് തുറന്നപ്പോൾ കത്ത് കിട്ടി. എൻ പ്രിയേ നീ നിന്റെ ഹൃദയം പൊട്ടി എഴുതിയ കത്ത് ഞാൻ കണ്ട് ഞെട്ടി. മധുരാനുഭൂതികളയവിറക്കി മനസ്സിൽ വീണടിയും പൂപ്പേറുക്കി. കരളിനെ ചുടുരക്തമഷിയിൽ മുക്കി കത്തിൻ്റെ കതിർമാല കോർത്തോരുക്കി. മോന് സമർപ്പണം റൗണ്ടിലെടുത്തത് എൻ്റെ മനസ്സിൽ കേരളത്തിൽ മാപ്പിളപ്പാട്ട് എഴുതിയ കവികളിൽ ഏറ്റവും വലിയ സ്ഥാനം ഞാൻ കൊടുക്കുന്നത്, എൻ്റെ മനസ്സിൽ കേട്ടോ, എന്നോട് വിയോജിക്കുന്നവർ ചിലപ്പോൾ ഉണ്ടാവാം, ആ കവിയുടെ പാട്ടാണ്. അപ്പോൾ അദ്ദേഹം നല്ല അറിവുള്ള ആളായതുകൊണ്ട് രാഗം ബേസ് ചെയ്തുകൊണ്ട് പാട്ടുകൾ ചെയ്യും അല്ലേ? മോന് തോന്നിയില്ല ഇതൊരു രാഗം ബേസ്ഡ് സോങ് ആണെന്ന് പഠിച്ചപ്പോൾ തന്നെ അതിൻ്റെ പ്രയാസം ഈ പാട്ടിനുണ്ട്.
അപ്പോൾ മോനെപ്പോലെ ചെറിയ ഒരാൾ നല്ല പാടുന്ന കുട്ടിയാണ്, പക്ഷേ ഇന്ന് കുറച്ച് സ്ക്രാച്ചസ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് വന്നിട്ടുണ്ട്. അതിന് വിഷമിക്കേണ്ട, മോന് സാധിക്കും. അതുകൊണ്ടാണ് ഇവർ ആ ഭയം കൊണ്ടാണ് തിരുത്തി തന്നത് കേട്ടോ. ഞാനും പറയുന്നു അത് വളരെ ശ്രദ്ധിക്കണം, ശബ്ദം വളരെ ശ്രദ്ധിക്കുക. എന്നാലും മോന് മോശമില്ലാതെ പാടി. ഇത്ര ടഫായൊരു സോങ് പാടുക എന്നത് എളുപ്പമുള്ള ഒരു കാര്യമല്ല കേട്ടോ. ജമീൽക്കയ്ക്ക് ഇത് സമർപ്പിച്ചതിന് മോന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു, അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. അപ്പോൾ ഷാൻവർ, ജമീൽക്കുള്ള സമർപ്പണത്തെക്കുറിച്ച്, പാട്ടിനെക്കുറിച്ചുള്ള ജഡ്ജസിൻ്റെ അഭിപ്രായം നമ്മൾ കേട്ടു. അപ്പം ചെറിയ ചെറിയ പോരായ്മകളൊക്കെ അല്ലേ, ശ്രദ്ധിക്കേണ്ട ഏരിയാസൊക്കെ ജഡ്ജസ് പറഞ്ഞു തന്നു. ഇനി ഈ പാട്ടിന് ജഡ്ജസ് നൽകുന്ന മാർക്ക് നമുക്ക് ചോദിക്കാം. 40-ൽ എത്ര മാർക്കാണ് ഫിറോസ്ക? 38.5. 38.5 on 40 ആണ് ഫിറോസ്ക തന്നിരിക്കുന്നത്. ഇനി on 30 ഷബ്നം. 28.5. 28.5 and again on 30 സജ്ല. 28.5. 28.5. So total marks 95.5 on 100 ആണ് ഷാൻവറിൻ്റെ ഈ പെർഫോമൻസിന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ചെറിയ പോരായ്മകളൊക്കെ പറഞ്ഞതൊക്കെ ഇനി എന്താണ് റെക്ടിഫൈ ചെയ്ത് അടുത്ത റൗണ്ടിൽ വരുമല്ലോ അല്ലേ? ഇല്ലേ? അപ്പോൾ ഒരുപാട് നന്ദി മോനെ, നല്ല പെർഫോമൻസിന്. താങ്ക് യു സോ മച്ച്. നമ്മുടെ ഇന്നത്തെ സ്റ്റാർ ഓഫ് ദ എപ്പിസോഡ് ആരാണ് എന്നറിയാൻ എല്ലാവരും ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് 2 പെർഫോമൻസസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ ഇന്നത്തെ നമ്മുടെ സ്റ്റാർ ഓഫ് ദ എപ്പിസോഡ് ഒരു ബോയ് ആണെങ്കിൽ ക്ലാസിക് മെൻസ് വെയർ അങ്കമാലിയാണ് അവർക്കുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത്. ഇനി ഒരു പക്ഷേ ഒരു ഗേൾ ആണ് നമ്മുടെ സ്റ്റാർ ഓഫ് ദ എപ്പിസോഡായിട്ട് സെലക്ട് ചെയ്യപ്പെടുന്നതെങ്കിൽ പ്രിൻസ് പട്ടുപാവാട എറണാകുളമാണ് ആ കുട്ടിക്കുള്ള സമ്മാനം സ്പോൺസർ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് വേദിയിലേക്ക് ഒരു വിശിഷ്ട വ്യക്തിയെ സ്വാഗതം ചെയ്യണം. നമ്മുടെ ഈ കുരുന്ന പ്രതിഭകളെയൊക്കെ നന്നായി ഗ്രൂം ചെയ്ത് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന സംഗീത സംവിധായകൻ, പ്രശസ്ത സംഗീത സംവിധായകൻ ശ്രീ അഷ്റഫ് മഞ്ചേരി, അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമുക്ക് നമ്മുടെ കുട്ടികളുടെ 2 പേരുടെയും പെർഫോമൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. വളരെ മനോഹരമായ 2 പെർഫോമൻസസ് അല്ലേ. ഇനി നമുക്ക് ഇവരിൽ ആരാണ് സ്റ്റാർ ഓഫ് ദ എപ്പിസോഡ് എന്ന് അറിയാം. ചെറിയൊരു വിഷമമുള്ളൊരു കാര്യം, എനിക്ക് തോന്നുന്നു ഫിറോസ്ക 2 പേരെ പെർഫോം ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ ഒരാളെ സ്റ്റാറായിട്ട് തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് വളരെ വിഷമമുള്ളൊരു കാര്യമാണ്. എങ്കിലും ഫിറോസ്കയോട് തന്നെ ചോദിക്കുകയാണ്, നമ്മുടെ ഇന്നത്തെ സ്റ്റാർ ആരാണ്? അഷ്റഫുമായിട്ട് ചെറിയ കാര്യം പങ്കുവെക്കട്ടെ. ഗ്രൂമിങ്ങിൽ ഇപ്പോൾ ഇന്ന് ഈ എപ്പിസോഡിൽ പാടിയ 2 കുട്ടികളിൽ ഗ്രൂമിങ്ങിൽ പാടിയതിനേക്കാൾ മുകളിൽ അതോ അത്രയും തന്നെ തലം ഉൾക്കൊണ്ട് അവർ പാടിയോ? 2 പേരും ശരിക്കും പാടിയെന്ന് തന്നെയാണോ തോന്നുന്നത്? ഗ്രൂമിങ് ചെയ്ത് അത്രയും പാടിയിട്ടില്ല എന്നാണ്. ഗാനാഞ്ജലിയും ഷാൻവറും 2 പേർക്കും അത് പ്ലാറ്റ്ഫോമിൽ വരുമ്പോഴുള്ള ഒരു പേടിയായിരിക്കും കുട്ടികൾക്ക്, അതല്ലേ അല്ലേ? എന്നാലും നമ്മൾ മുമ്പൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, ഞങ്ങളും ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഗ്രൂം ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളും കമൻറ്റുകളിൽ പറയുന്നു എന്ത്, കുട്ടികളല്ലേ, പോരായ്മകളൊക്കെ ഉണ്ട്, ആ കുട്ടിയെ അത്ര മനോഹരമായിട്ടൊക്കെ പാടിയോ എന്നൊക്കെ ചോദിക്കുന്ന പ്രേക്ഷകർ അപ്പം തന്നെ ഫോണൊക്കെ ചെയ്ത് പറയുമ്പോൾ തിരുത്താറുണ്ട്. എന്ത് എന്നാലും കുട്ടികളല്ലേ ഫിറോസ്ക. ഇത് തന്നെയാണ് ഞങ്ങൾ എടുക്കുന്ന നിലപാട്. ഇന്ന് നമ്മളൊരു റംസാന് സമർപ്പിച്ച ഒരു റൗണ്ട് എന്ന നിലയിൽ, ഒരു തുടക്കമിട്ടത് എന്ന നിലയിൽ, പടച്ചവന് സമർപ്പിച്ച ദൈവത്തിന് സമർപ്പിച്ച ഒരു പാട്ടെന്ന നിലയിൽ പാടിയ, ഇപ്പോൾ വ്യക്തമായിട്ടുണ്ടാവും കാര്യങ്ങൾ, നമ്മുടെ ഗാനാഞ്ജലിയാണ് ഇന്ന്. ഗാനാഞ്ജലി നടത്തിയ ആ ഗാനാഞ്ജലിക്ക് തന്നെ നമ്മൾ കൺഗ്രാറ്റുലേഷൻസ് ഗാനാഞ്ജലി. നിറഞ്ഞ കയ്യടിയോടുകൂടി ഗാനാഞ്ജലിയെ നമ്മുടെ ആസ്വാദകരെല്ലാം സ്വീകരിച്ചിരിക്കുകയാണ്. പ്രിൻസ് പട്ടുപാവാട എറണാകുളമാണ് ഗാനാഞ്ജലിക്കുള്ള സമ്മാനം നൽകുന്നത്. ഇത് നൽകാനായി പ്രിയപ്പെട്ട അഷ്റഫ് കെ ഞാൻ സ്വാഗതം ചെയ്യും. ഒരു നല്ല കയ്യടിയാവാം ഗാനാഞ്ജലിക്ക്.